ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞങ്ങൾ CCയുടെ UGC NET Economics ടീമാണ്. നിങ്ങൾ ഡിസംബർ 2023 നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ജൂണിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഒരു വട്ടവയിലും നോക്കിയിട്ടുണ്ടാവും. മിസ്സേ, ഇത്തവണ നടന്ന എക്സാമിന് എന്തൊക്കെയാണ് പൊതുവേ ഉള്ളതിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്നാണ് മിസ് തോന്നുന്നത്? ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളായി നമ്മൾ പാറ്റേൺ ചേഞ്ച് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 3 വർഷങ്ങൾക്ക് മുമ്പ് വന്നുകൊണ്ടിരുന്നത് കൂടുതലായിട്ടും മൈക്രോ അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് മൊത്തത്തിൽ 10 യൂണിറ്റ് ആണ് ഉള്ളത്. അതിൽ മൈക്രോ മാക്രോ എക്കണോമിക്സ് ആണ് എല്ലാ എക്കണോമിക്സ് PG സ്റ്റുഡൻസും കൂടുതലായി പഠിക്കുന്നത്. അതിൽ നിന്ന് തന്നെയായിരുന്നു കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസും വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞൊരു 5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ മൈക്രോ മാക്രോയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് മാറി ഇപ്പോൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആണെങ്കിലും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ് അങ്ങനത്തെ ഏരിയയിൽ നിന്ന് ഇപ്പോൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി. ഇപ്പോൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിനെ പറ്റി ഈ കഴിഞ്ഞ എക്സാമിന് തന്നെ നടന്നതെന്ന് മാമിന് പറയാൻ പറ്റും. മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങോട്ട് മാറി? നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ് ആ ഒരു ഭാഗത്തേക്ക് മാറി. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അതായത് മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി തന്നിട്ട് ലോ ഐഡൻറ്റിഫൈ ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രോബ്ലം തന്നിട്ട് അത് സോൾവ് ചെയ്യുക, അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുന്നുണ്ട്? നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിൻ്റെ ഏരിയയിൽ നിന്നൊക്കെ വന്ന് കാണുന്നുണ്ട്. അതുപോലെ മിസ്സേ, ഈ മാത്തമാറ്റിക്കൽ ആകുന്നു എന്നുള്ളതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകൾ കുറെ കൂടി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിൽ ഏതാണ് ശരി, ആ ശരിയായിട്ടുള്ളത് മാത്രമായിട്ട് നമ്മൾ പിൻ പോയിൻ്റ് ചെയ്ത് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് 10 ചോദ്യങ്ങൾ 15 ചോദ്യങ്ങൾ ഒരു 2018-19 വരെ. പക്ഷേ പിന്നീട് കോവിഡിന് ശേഷമുള്ള എക്സാമുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആൻഡ് ആ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം തന്നെ നമ്മൾ മൊത്തമായിട്ടിരുന്ന് വായിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അതെ, നമ്മുടെ ജനറൽ PSCയിലൊക്കെ കണ്ടുവന്നിട്ടുണ്ടല്ലേ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഡിഫിക്കൽട്ടി പറയുന്നുണ്ട്. അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ NTA UGC നെറ്റിനും അപ്ലൈ ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അതാണ് എല്ലാവരും ഡിഫിക്കൽട്ടായിട്ട് പറയുന്നത്. കാരണം ടൈം അല്ലേ, ലിമിറ്റഡ് ടൈം ഉണ്ട് നമുക്ക്. ആ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് ഓപ്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് വേറെ നമുക്ക് അറിയാവുന്ന ഡയറക്റ്റ് 2 ക്വസ്റ്റ്യൻ അവിടെ മിസ്സാവുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ പാസേജ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻ വരെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു കോംപ്രിഹെൻഷൻ തന്നിട്ട് അതിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ് അവസാനം ഈ പാസേജ് ക്വസ്റ്റ്യൻ കൂടെ കാണുമ്പോൾ അത് മുഴുവൻ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി അങ്ങനത്തെ അത് ആൻസർ ചെയ്യാൻ കുട്ടികൾക്കൊരു മടി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ 10 8 എണ്ണവും അതിൽ തന്നെ അവിടെ ആൻസർ ഉണ്ടാവും. അത് വായിച്ചെടുക്കാനുള്ള സമയം നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യത്തെ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് പോകണം. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കോഴ്സിനകത്ത് നമ്മുടെ എക്സാംസ് ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ അതിൽ നമുക്ക് വീണ്ടും ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളൊരു പാറ്റേൺ നമുക്കൊരു ശീലം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതെ, നമ്മൾ പലപ്പോഴും നെറ്റ് എക്സാം ഓൺലൈൻ മോഡാണ്, അതുകൊണ്ടൊരു ഡിഫിക്കൽട്ടി പറയുന്നുണ്ട് അല്ലേ. നമ്മൾക്ക് പെന്നും പേപ്പറും തന്ന് അത് യൂസ്ലെറ്റ് ആയത് കാരണം നമുക്കത് കംഫർട്ടായിട്ട് തോന്നും. പക്ഷേ ഇവിടെ നമ്മൾ CCയിൽ ഓൺലൈനായിട്ടാണ്, പ്ലാറ്റ്ഫോം ഓൺലൈനായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കാരണം നമുക്ക് അതോട് യൂസ്ലെറ്റ് ആവുമ്പോൾ എന്താകും, നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൺലൈൻ മോഡ് എന്നുള്ളത് ഈസി ആയിട്ട് മാറും. അല്ലേ, അത് വളരെ ശരിയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 3 മണിക്കൂറിനകത്ത് നമുക്ക് പേപ്പർ 1ഉം പേപ്പർ 2 ഒരുമിച്ച് തന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പേപ്പർ 1 നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പേപ്പർ 2ലേക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. സോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഏതാണോ ഏറ്റവും പ്രിഫറബിൾ ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ടുള്ളതിന് കുറച്ചുകൂടി സമയം എടുത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ ആ ഒരു ആനുകൂല്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു ഏരിയയിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളെ എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ടൈം സേവ് ചെയ്യുന്നതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി നമ്മൾ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ, കുറച്ച് വാല്യൂസ് കൂടുതൽ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അപ്പം തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റും. ഈ കഴിഞ്ഞ പരീക്ഷയിൽ തന്നെ ബഡ്ജറ്റ് അലോക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അഗ്രികൾച്ചറിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷൻ. അതുപോലെ തന്നെ GSTയുടെ ഷെയറിനെ കുറിച്ച്, റവന്യൂ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിനെക്കുറിച്ച് ഓൾറെഡി ഒരു ഐഡിയ ആക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ ക്രാക്ക് ചെയ്യാം. അവിടെ ഒരു ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. പക്ഷെ അതൊരു കുറച്ച് കുട്ടികൾക്ക് ഇപ്പം ആദ്യമായി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ റിപ്പോർട്ടുകൾ എടുത്ത് അതിനെ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോഴ്സിൽ നമ്മൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്സ് ആണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ക്ലാസ് കഴിഞ്ഞും നമ്മൾ അതിന് ക്വസ്റ്റ്യൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ടച്ച് ചെയ്ത് പോകുന്ന ഒരു സിലബസ് ആണ് നമ്മൾ ഇവിടെ കവർ ചെയ്ത് പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ കുറേ കൂടി ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കുറേ കൂടി പുസ്തകങ്ങൾ ആരാണ് എഴുതിയത്, അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിക്സിലെ മെയിനായിട്ടുള്ള ബുക്സ്, അല്ലെങ്കിൽ മെയിൻ തിയറികൾ ഏതൊക്കെ, ഇവയെല്ലാം തന്നെ കൂടുതലായിട്ട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. നേരത്തെ കുറേ കൂടി മാക്രോ ഇക്കണോമിക്സിലെ മൈക്രോയിലെ ഒക്കെ തന്നെ തിയറി ബേസ്ഡ് ചോദ്യങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജനറലായിട്ട് നടക്കുന്ന, പ്രത്യേകിച്ചും ബജറ്റിനകത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിക് റിവ്യൂവിലും നീതി ആയോഗിൻ്റെ പബ്ലിക്കേഷൻസിലും ഒക്കെ കണ്ടുവരുന്ന പല ഡേറ്റകളെയും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇക്കോണമിയെ പറ്റിയുള്ള, പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യൻ ഇക്കോണമിയെ പറ്റിയിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ടാകേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇവിടെ കൊടുക്കുന്ന കോഴ്സിനകത്തും നിങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയിലെ ആണെങ്കിൽ പോലും ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റുകൾ, പ്രത്യേകിച്ചും നമ്മൾ നീതി ആയോഗിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ ബജറ്ററി അലോക്കേഷൻസും ഒക്കെ തന്നെ എത്രത്തോളമാണോ അതൊക്കെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു കോഴ്സിൽ അവെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നെറ്റ് നേടുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് കൂടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ? ഇപ്പോൾ UGCന്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. എന്താണ്, നമ്മുടെ ലെക്ചർഷിപ്പിന് ഇനി എന്ത് മതി, നെറ്റ് മതി എന്നുള്ളത് അല്ലേ? ഇതിന്റെ മുമ്പ് PhD വേണം എന്നുള്ളതായിരുന്നു. ഈ ഒരു വർഷം മുതൽ PhD കൂടെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നെറ്റ് ഉണ്ടായിട്ട് എന്ത് കാര്യം എന്നും കൂടെ ചിന്തിച്ചിരിക്കുന്ന ടൈമായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പോൾ നമുക്ക് നെറ്റ് മതി. നെറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലെക്ചർഷിപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ നെറ്റ് നേടിയെടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ടൈമും കൂടെയാണത്. അപ്പോൾ ഇനി എന്താ പറയുക, നെറ്റ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനുള്ള വഴികൾ തേടുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടതും അല്ലേ? വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ആണ്? ഞാനൊന്ന് കണ്ടത് ഇപ്പം പൊതുബോധം അറിഞ്ഞിരിക്കണം, കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ചുറ്റും സംസാരിക്കുന്ന ഒരു വിഷയമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ്, ഇപ്പം മുന്നേ ഒരു പ്രോട്ടോക്കോളിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു പാരീസ് എഗ്രിമെൻറ്റിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ ഇപ്പോൾ അതല്ല. അതിൻ്റെ വാല്യുവേഷൻ മെത്തേഡ്സ് എന്താണ്, ഇപ്പോൾ ഹിഡോണിക് പ്രൈസിങ്, അങ്ങനത്തെ കണ്ടിജൻറ്റ് വാല്യുവേഷൻ, അതിനൊക്കെ പറ്റിയൊക്കെ നേരിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാറുന്ന അനുസരിച്ച് എല്ലാ എക്സാമിലും മാറുന്ന പോലെ തന്നെ നെറ്റിലും മാറുന്നുണ്ട്. ഇപ്പോൾ PSC പരീക്ഷകൾക്കൊക്കെ വരുന്ന പോലെ തന്നെ ചേഞ്ച്, ഇതൊരു സബ്ജക്ട് ബേസ്ഡ് പേപ്പർ ആണെങ്കിൽ പോലും അതിലും അതേപോലെയുള്ള ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസംബറിലേക്ക് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും പോകുമ്പോൾ കോമ്പറ്റീഷൻ കൂടി വരുന്നേ ഉള്ളൂ അല്ലേ? നമുക്ക് അടുത്തടുത്ത് വരുന്ന ലെക്ചർഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ UGC നെറ്റ് അടുത്ത ഡിസംബർ സൈക്കിൾ തന്നെ. ഈ പറയുന്ന പോലെ ഇപ്പം നമുക്ക് നെഗറ്റീവ്സ് മാർക്ക് ഒന്നും തന്നെ ഇല്ല അല്ലേ? ഇനി നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കാമെന്നും അറിയില്ല. അപ്പോൾ നെഗറ്റീവ് മാർക്ക് വരുന്നതിന് മുമ്പ് തന്നെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക, അത് തന്നെയാണ് പറയാനുള്ളത്. കോമ്പറ്റീഷൻ കൂടി വരുമ്പോൾ അത് നെഗറ്റീവ് മാർക്കിംഗ് ഇനി ഉണ്ടാവാം, അതൊരു സാധ്യതയാണ്. മാത്രമല്ല മുമ്പേ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇനി കോളേജ് ലെക്ചർഷിപ്പിന് വേണ്ടി PhD നിർബന്ധമില്ല. UGC നെറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോളേജ് ലെക്ചർഷിപ്പിന് വേണ്ടി എലിജിബിൾ ആണ്. സോ സാധ്യതകളുടെ ഒരു വലിയ വാതിലാണ് നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത്. സോ സമയം കളയാതെ ഇപ്പോൾ വരുന്ന ഡിസംബർ 2023 നെറ്റ് എക്സാം തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കുറച്ചധികം വിഷയങ്ങളും അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളുടെ മാറ്റം എങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും സിലബസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ നൽകുന്ന ഫ്രീ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വെബിനാറിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. വെബിനാറിൽ എല്ലാവരും പങ്കെടുക്കുക. കാരണം വരുന്ന എക്സാമിൽ, അതായത് 2023 ഡിസംബറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെയെല്ലാം രീതിയിൽ ചോദ്യങ്ങൾ മാറി മാറി വന്നേക്കാം എന്നൊക്കെ ഉള്ളതിനെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് കിട്ടുന്നതാണ് ഈ ഒരു വെബിനാറിൽ നിന്ന്. സോ എല്ലാവരും വെബിനാറിൽ ജോയിൻ ചെയ്യുക. ഇനി വരുന്ന സൈക്കിളിലൊക്കെ തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നവരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. സോ ഈ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.